ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് സ്റ്റിക്കേഴ്സ് ചെയ്തെടുത്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ചെയ്യാനുള്ളത് പിൻട്രസ്റ്റിൽ പോവുക, എന്നിട്ട് വിൻറ്റേജ് ചെയ്യണ സ്റ്റിക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ കുറേ എണ്ണം കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യുമ്പം കുറച്ച് ക്വാളിറ്റി ഉള്ളതല്ലേ എന്ന് നോക്കിയെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, പ്രിൻ്റ് എടുക്കുമ്പോൾ ഒട്ടും ക്ലിയർ ഉണ്ടാവില്ല. അനുഭവം ഗുരു എന്നാണല്ലോ. അപ്പം അതറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്താൽ മതി, അപ്പോൾ തന്നെ മനസ്സിലാവും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാൻവ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റം സൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ കയറിയാൽ നമുക്ക് കുറച്ച് മെഷർമെൻറ്റ്സ് ഒക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒരു A4 സൈസാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സൈസിൽ പേജ് ക്രിയേറ്റ് ആയിട്ട് വരും. ഇനി ഈ ഗാലറി സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത പിക്ചേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ അത് നേരെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പേജിലേക്ക് വരും. എന്നിട്ട് എന്താ, ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അറേഞ്ച് ചെയ്ത് ഒരു A3 സൈസിനുള്ളതാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളങ്ങനെ ചെയ്യരുത് കേട്ടോ. അതായത് A4 സൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ സൈസ് വേണ്ടത് അതിനനുസരിച്ച് വേണം ആക്കാനായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ചെറുതായി പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതാണ് സേവിങ് പ്രോസസ്സ്. കണ്ടില്ലേ ഒഴുകി പോണത്. ഇനി ഇത് നേരെ പോയി നമ്മുടെ ഗാലറി കയറും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയൊരു പ്രിൻ്റ് എടുക്കുന്ന കടയിൽ പോവുക, എന്നിട്ട് സ്റ്റിക്കേഴ്സ് ആക്കി പ്രിൻ്റ് എടുക്കാനാന്ന് പറഞ്ഞാൽ അവർ തന്നെ സെറ്റാക്കി തരും. പിന്നെ A4 സൈസ് ആണെങ്കിൽ 15 രൂപയും A3 സൈസ് ആണെങ്കിൽ 40 രൂപയാണ് വരുന്നത്. ഞാൻ A3 സൈസായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറച്ചെങ്കിലും ക്ലിയർ ഉള്ളത് നോക്കി എടുത്തുകൊണ്ടാണ് ഇത്രയെങ്കിലും ക്ലിയറിലൊക്കെ വന്നത്. അപ്പം നിങ്ങളും അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതുപോലെ കുറച്ച് സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ തന്നെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരണമെന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ക്യൂട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പിങ്ക് ഹാർട്ട് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ പോലത്തെയാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂ ഹാർട്ട് കമൻറ്റ് ചെയ്യുക. ഇത് വലിയ കാര്യമായിട്ടൊന്നും കൂട്ടണ്ട കേട്ടോ. പിന്നെ ഇത് തനിച്ചല്ല തരുന്നത്, നമ്മൾ ടോപ്പ് കമൻറ്റേഴ്സിനെ സെലക്ട് ചെയ്യുമല്ലോ, അപ്പോൾ അവരുടെ ഗിഫ്റ്റിൻ്റെ ഒപ്പമാണ് ഇത് തരിക. അപ്പം അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.